ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം നമുക്കിന്ന് നോമ്പ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് എണീറ്റതാണ് കേട്ടോ. സമയം ഏകദേശം ഇതാ 4:11 ആയിട്ടുണ്ട്. ഉണ്ടാവില്ല ഇവിടെ ബഹ്റൈനിൽ ഏകദേശം നമുക്ക് 4:25 കൂടി ഫിനിഷ് ചെയ്യണമെന്നാണ് നൈബർ ആ കുട്ടിയോട് ഞാൻ ചോദിച്ചിരുന്നു. പിന്നെ നെയ്യത്തിൻ്റെ ഒരു സംഭവമൊക്കെ ഞാൻ നോക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. ഇന്ന് 18ാമത്തെ നോമ്പാണ്. ഉറക്കപ്പിച്ചൊക്കെ ഉണ്ട്. രാത്രി തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കിടന്നത്. അപ്പം ഞാൻ പൂരിയൊക്കെ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. കുറേ വർഷങ്ങൾക്ക് മുന്നാണ് ഞാൻ ഇങ്ങനെ ഒരു നോമ്പ് എടുത്തത്. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്നൊക്കെ അറിയാം. മോനൊക്കെ ഉണ്ടായതിനു ശേഷം ഞാൻ പിന്നെ എടുത്തിട്ടില്ല. എന്തായാലും നമുക്ക് വിശപ്പിൻ്റെ കാര്യങ്ങളും ഇതും എല്ലാം സഹനത്തിൻ്റെയൊക്കെ അറിയണമെങ്കിൽ നമ്മളിതൊക്കെ എടുത്തേ പറ്റുള്ളൂ അല്ലേ. വണ്ടീനെ കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാവും. നമ്മുടെ റോഡ് സൈഡാണ് ഫ്ലാറ്റ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു നെയ്യത്ത് ഞാൻ ആ നൈബർ ഫ്ലാറ്റിലെ കുട്ടീൻ്റെ അടുത്ത് ഓൾറെഡി ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ള ആ ഒരു കാര്യം. അപ്പോൾ ആ കുട്ടി എനിക്ക് മെസ്സേജ് ചെയ്ത് തന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, അതൊന്നും പറയാൻ സമയം കളയുന്നില്ല. അപ്പം നമുക്ക് ഈ വർഷത്തെ ഇന്നത്തെ നോമ്പിന് ദൈവത്തിന് വേണ്ടി നോറ്റി വീട്ടുന്നു എന്ന് ഞാൻ മനസ്സിൽ കരുതുന്നു എന്നാണ് ആ കുട്ടി തന്നത്. അപ്പോൾ അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇതാ പൂരി, മസാല, ഒരു പുഴുങ്ങിയ മുട്ട, അതുപോലെ 2 ഡേറ്റ്സ് ഇതൊക്കെയാണ് കഴിക്കുന്നത്. ഇതൊക്കെ കുത്തി കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്തായാലും കഴിച്ചു നോക്കാം. പണ്ടൊക്കെ ഞാൻ എടുക്കുമ്പോൾ ഗോതമ്പ് പുട്ട് വേഗം പുലർച്ചയ്ക്ക് തന്നെ എണീറ്റ് വെച്ചിട്ട് വേഗം പോയി ബ്രഷ് ചെയ്യുമായിരുന്നു. അപ്പോഴേക്ക് ഇത് വേവും, എന്നിട്ട് തിരിച്ചു വന്ന് പെട്ടെന്ന് കഴിക്കുമായിരുന്നു കേട്ടോ. ബാങ്ക് കൊടുക്കാൻ മുന്നേ എങ്ങനെയൊക്കെയോ കുത്തി കയറ്റി കുറേ വെള്ളം കുടിച്ച് ഫിനിഷ് ചെയ്യുമായിരുന്നു. ഇത് എനിക്കിഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇത് തന്നെ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പം നിങ്ങളൊന്ന് കഴിക്കാൻ പറ്റുമോ നോക്കിയിട്ട് കഴിച്ച് കഴിച്ചിട്ട് വരാം. എനിക്ക് ഒപ്പിച്ച് കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ സമയം 4:23 4:25 ടൈം പറഞ്ഞത്. നമ്മൾ ഫിറ്റ് ആയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഒരു ദിവസമെങ്കിലും എടുത്ത് നമ്മളും ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്ന് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ ചെയ്തു തുടങ്ങിയതാണ്. അപ്പോൾ ഇപ്പോഴും പെട്ടെന്നൊരു ആഗ്രഹം ബഹ്റൈനിലേക്കെല്ലാം നിൽക്കുന്നത്. എല്ലാവരും മുമ്പുള്ള ആൾക്കാരാണ്. പിന്നെ അപ്പോൾ അതാ ബാങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കേൾക്കുന്നുണ്ട്. ഏകദേശമല്ല, ഇതാ 4:26 ടൈം. അപ്പോൾ നമ്മുടെ ടൈമൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. 4:20 കേട്ടോ.